3 biggest mistakes in digital marketing. ഈ മിസ്റ്റേക്സ് നിങ്ങൾ തിരുത്തിയില്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യേണ്ടതെന്ന് തന്നെ ഞാൻ പറയും. നമ്പർ 1, ആഡ് റൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷെ മനസ്സിലാക്കേണ്ടത് ടൂൾ യൂസ് ചെയ്യാൻ അറിഞ്ഞതുകൊണ്ട് മാത്രം ലീഡ്സ് കിട്ടില്ല എന്നുള്ളതാണ്. അതിന് കൃത്യമായ ഒരു പ്ലാനാണ് വേണ്ടത്. നമ്മുടെ ഓഡിയൻസിനെ അറിയണം, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ USP അറിയണം, അത് വിഷ്വലി അപ്പീലിംഗ് ആയിട്ട് ഓഡിയൻസിലേക്ക് എത്തിക്കാനും ശ്രദ്ധിക്കണം. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് കറൻ്റ്ലി ഏത് രീതിയിലാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നതെന്ന് അറിയണം. ഇത്രയും ഹോംവർക്കിന് ശേഷം വേണം ഒരു ആഡ് റൺ ചെയ്യാനായിട്ട്. ബട്ട് ടൂൾ യൂസ് ചെയ്യാൻ പഠിക്കുമ്പോൾ തന്നെ ആഡ് റൺ ചെയ്താൽ അത് നിങ്ങളുടെ ധനനഷ്ടത്തിന് കാരണമാവാൻ ചാൻസ് ഉണ്ട്. നമ്പർ 2, മൊബൈൽ ഫ്രണ്ട്ലി ആവണം. കൂടുതൽ ആളുകളും നമ്മുടെ ആഡ്സ് കാണുന്നത് മൊബൈലിലായിരിക്കും. സോ വെബ്സൈറ്റ് വിസിറ്റും കൂടുതൽ മൊബൈൽ യൂസേഴ്സിൽ നിന്നായിരിക്കും. സോ മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെബ്സൈറ്റ് ആണെങ്കിലും നമ്മുടെ ആഡ്സ് ആണെങ്കിലും നമ്മുടെ പോസ്റ്റേഴ്സ്, വീഡിയോ ഡിസൈൻസ്, അങ്ങനെ എന്ത് തന്നെ ആണെങ്കിലും മൊബൈൽ ഫ്രണ്ട്ലി ആക്കിയാൽ അത് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനും ലീഡ്സ് കിട്ടാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും. നമ്പർ 3, ഓർഗാനിക് കോണ്ടന്റിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ പേജിലേക്ക് പോകേണ്ട കോണ്ടന്റിൻ്റെ ഇമ്പോർട്ടൻസ് ഇന്ന് പലരും ബോധേഡ് അല്ല. ആഡ്സ് മാത്രം ഡിപ്പെൻഡ് ചെയ്തതുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിലേക്ക് അത് ഒട്ടും ഹെൽപ്പ് ചെയ്യില്ല. സോ എന്ത് ചെയ്യണം? മാക്സിമം നമ്മുടെ സെറ്റ് ഓഫ് ഓഡിയൻസിന് ബെനിഫിറ്റ് ആവുന്ന തരത്തിലുള്ള വീഡിയോസ് അല്ലെങ്കിൽ വാല്യുബിൾ കോണ്ടന്റ് പേജിലേക്ക് പുഷ് ചെയ്യണം. കാരണം നമ്മുടെ ഇൻസ്റ്റ ഓർ FB അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ഷോപ്പ് പോലെയാണ്. ആഡ്സ് ത്രൂ പേജിലേക്ക് വരുമ്പോൾ കൺവിൻസ് ആക്കുന്നതിനും സെയിൽസ് ക്ലോസ് ചെയ്യുന്നതിനും പേജ് കോണ്ടന്റ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഓർഗാനിക് റീച്ചിനും കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിനും അത് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും.